നമസ്കാരം. നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ. എന്നാൽ അദ്ദേഹം മരണപ്പെട്ട ആ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവിക മരണമല്ല, അതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് സിനിമാ രംഗത്ത് തന്നെയുള്ള മറ്റൊരാൾ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സനൽകുമാർ ശശിധരൻ എന്നാണ്. ഒരുപക്ഷെ എല്ലാവർക്കൊന്നും അയാളെ അറിയണമെന്നില്ല. പക്ഷേ അയാൾ മികച്ച സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഏതാനും ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒഴിവുകാലത്തെ കളി, അതേപോലെ തന്നെ സെക്സി ദുർഗ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ചിത്രങ്ങൾക്കും അദ്ദേഹത്തിനുമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇയാൾ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കലാഭവനിൽ നിന്ന് വന്ന രണ്ടുപേർ, ഇപ്പോൾ നമുക്കറിയാവുന്ന ഒന്ന് കലാഭവൻ മണിയാണ്, ഇപ്പോൾ കലാഭവൻ നവാസാണ്. ഇവരൊക്കെ മരണപ്പെട്ടതല്ല, ഇവരെയൊക്കെ കൊന്നതാണെന്നും ഇത് സിനിമാ മേഖലയിൽ തന്നെയുള്ള സെക്സ് റാക്കറ്റാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് അയാൾ ആരോപിക്കുന്നത്. ഞാൻ പറയുന്നത് ഭ്രാന്താണ് എന്ന് പലർക്കും തോന്നിയേക്കും, പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ആരാണ് ഇതുപോലെ മരണപ്പെടാൻ പോകുന്നത് എന്നുകൂടി അയാൾ ഒരു സൂചന നൽകുന്നുണ്ട്. അത് രമേശ് പിഷാരടി ആയിരിക്കും എന്ന് അയാൾ പറഞ്ഞു വെക്കുന്നു. കാരണം ഇവരൊക്കെ ഈ സിനിമാ ഫീൽഡിലുള്ള ഈ സെക്സ് റാക്കറ്റിൻ്റെയൊക്കെ എതിര് നിന്നവരാണ്, അതുകൊണ്ടാണ് ഇവർ മരണപ്പെടുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട രാജേഷ് പിള്ളയുടെ മരണം പോലും അയാൾ ഇത്തരത്തിൽ സംഭവിച്ചതാണ് എന്ന് മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നു. ഇതൊക്കെ മഞ്ജു വാര്യർ എന്ന നടിയെ കൂടി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട് ഇയാൾ. കാരണം ഇയാൾ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇയാളെ ആളുകൾ ശ്രദ്ധിക്കാത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. മുൻപ് മികച്ച സിനിമകളുടെ അല്ലെങ്കിൽ ഈ അവാർഡ് കിട്ടിയ സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിൽ അയാൾക്ക് കുറച്ച് വിസിബിലിറ്റി മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് മഞ്ജു വാര്യർ ഇയാളോട് പ്രേമത്തിലാണെന്നും ഇവർ രണ്ടുപേരും പ്രേമത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഇയാളൊരു പ്രസ്താവന നടത്തുകയും അത് വലിയ വിവാദമാവുകയും അതിനുശേഷം ഇയാൾ പറയുന്നത് ആളുകൾ മുഖവിലേക്ക് എടുക്കാതെ തുടങ്ങി. കാരണം ഈ രണ്ട് വ്യക്തികളെ നോക്കുമ്പോൾ മഞ്ജു വാര്യരാണ് കുറച്ചുകൂടി വിശ്വാസമുള്ള വ്യക്തി. അതിനാൽ മഞ്ജു വാര്യരെ ഒരു ആവശ്യമില്ലാതെ അതിലേക്ക് വലിച്ചിഴച്ചതാണെന്നും ഇയാൾക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ട് എന്ന തരത്തിൽ ആളുകൾ ചിന്തിക്കുകയും പിന്നീട് ഇയാൾ എന്ത് പറഞ്ഞാലും ആളുകൾ അത് ശ്രദ്ധിക്കാതാവുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇയാൾ ഇത് ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 4 പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമെങ്കിലും മഞ്ജു വാര്യർ അതിലത്തെ ഒരു കഥാപാത്രമായിരിക്കും. ഇപ്പോഴും അയാൾക്ക് മഞ്ജു വാര്യരോട് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ജു തന്നെ തേടി വരികയായിരുന്നു ചെയ്തത്. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനൊപ്പം തന്നെ നിലവിലെ പിണറായി സർക്കാരിനെയും അയാൾ വിമർശിക്കുന്നുണ്ട്. പിണറായി സർക്കാരും ഈ സിനിമയിലെ സെക്സ് റാക്കറ്റിൻ്റെ ഒക്കെ കൂടെ നിൽക്കുകയാണ്, അവർക്ക് കുട പിടിക്കുകയാണ്. അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈയിടെ ഒരു സിനിമ കോൺക്ലേവ് തന്നെ നടത്തിയത് എന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ അയാൾക്ക് പറയാനുണ്ട്. പക്ഷേ ഇതിനൊന്നും വേണ്ടത്ര വിസിബിലിറ്റി കിട്ടാത്തതിൻ്റെ ഏക കാരണം ഇയാൾ നേരത്തെ പണ്ടപ്പോഴും ഈ മഞ്ജു വാര്യരെ പിടിച്ച് ഇയാളുടെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടു. ഒരാവശ്യവുമില്ലാതെ മഞ്ജു വാര്യർ ഇയാളുടെ പിന്നാലെ നടക്കുകയാണെന്നും അവർ തമ്മിൽ പ്രേമമാണെന്നും മഞ്ജു വാര്യർ ഇപ്പോൾ മറ്റാരുടെ തടവിലാണെന്നും അതുകൊണ്ടാണ് തനിക്ക് കിട്ടാത്തതെന്നും തരത്തിൽ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ അരിയാഹാരം കഴിച്ച ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തയ്യാറായില്ല. അവിടെയാണ് ഇയാൾക്ക് ശരിക്കും പിഴയ്ക്കുന്നത്. അതിനുശേഷം ഇയാൾ പറയുന്നതൊന്നും ആളുകൾ വിശ്വസിക്കാതായി. പക്ഷേ അപ്പോഴും ഇയാൾ ഈ കലാഭവൻ നവാസ് മരിച്ച സമയം മുതൽ ഇത് സ്വാഭാവിക മരണമല്ല, ഇത് കൊലപാതകമാണ് എന്ന തരത്തിൽ അയാൾ പോസ്റ്റുകളും മറ്റും ഇട്ടുകൊണ്ടിരുന്നു. ആ വാർത്ത ആദ്യം പുറത്ത് വന്ന സമയത്ത് തന്നെ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ അയാൾ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെയും പ്രായവും അയാൾ എടുത്തു പറയുന്നുണ്ട്. കലാഭവൻ മണി 49ാമത്തെ വയസ്സിൽ, അതേപോലെ തന്നെ നവാസ് 51ാമത്തെ വയസ്സിൽ. രണ്ടുപേരും ആരോഗ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മണിയുടെ കാര്യം നമുക്കറിയാം, അസുഖബാധിതനായിരുന്നു. എന്നാൽ നവാസിന് മറ്റെന്തെങ്കിലും ഒരു അസുഖം ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഈ പ്രായമൊക്കെ ആകുമ്പോഴേക്കും മരണപ്പെട്ടുപോയി. അങ്ങനെ മരിക്കേണ്ട ആളുകളല്ല, അതിന് പിന്നിൽ കൊലപാതകം തന്നെയാണ് എന്ന തരത്തിലാണ് ഇയാളിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക, മഞ്ജു വാര്യർ എന്ന ഒരു നടിയെ ഇയാൾ പിടിച്ച് ഇടയ്ക്കിട്ട് ഇത്രയൊക്കെ വിവാദമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇയാൾ ഇപ്പോൾ ഇടുന്ന ഈ പോസ്റ്റുകൾ മതി ഇവിടെ വലിയ വിവാദമാവാനും ചർച്ചയാവാനും. പക്ഷേ മുൻപ് എപ്പോഴോ ഇയാൾ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ഇയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് അതിപ്പോൾ വലിയ ചർച്ചയാവാത്തത്. പക്ഷേ അപ്പോഴും ഇയാൾ ഒട്ടും പിന്തിരിയാതെ ഈ നവാസിൻ്റെയും അതേപോലെ തന്നെ കലാഭവൻ മണിയുടെയും രാജേഷ് പിള്ള എന്ന സംവിധായകൻ്റെയും മരണങ്ങൾ സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണ് എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അയാൾ വീണ്ടും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്.